ഹായ് എവ്രി വൺ, ദിസ് ഈസ് യുവർ മിനിമലിസ്റ്റ് മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ വീട്ടു ജോലികൾ എങ്ങനെ വേഗത്തിൽ തീർക്കാം, അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി കുറച്ച് സമയം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു അവർ ചാനൽ. നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും പ്രയോറിറ്റി കൊടുത്ത് എല്ലാവർക്കും സമയം കൊടുത്തതിന് ശേഷം ആണ് നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നതെങ്കിൽ അത് മാറ്റുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ അത് നമ്മളായിരിക്കണം. ഇപ്പം നമുക്കെന്തെങ്കിലും വയ്യായ വന്നോ, നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നോ, അത് നമ്മളല്ലേ സഹിക്കുന്നത്, മറ്റുള്ളവരാരും വന്ന് ഷെയർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെല്ലാവർക്കും ഉള്ള ഫുഡ് ഉണ്ടാക്കുന്നു, എല്ലാവരുടെയും കാര്യങ്ങൾ സ്മൂത്താക്കുന്നു. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ മാത്രം കുറച്ചങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടിലെല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപ് നമ്മൾ കുറച്ച് സമയമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 1 hour അല്ലെങ്കിൽ 1.5 hours മുന്നേ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മുൻപ് നമ്മൾ എഴുന്നേൽക്കുക. നമുക്ക് ഈ കിട്ടുന്ന എക്സ്ട്രാ അവേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ കാര്യങ്ങൾ ഭംഗിയാക്കി ചെയ്യാനായി, അതായത് നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ ആയാലും ഭർത്താവിൻ്റെ ആയാലും നമ്മുടെ ആയാലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാനും കുറച്ച് പ്രാർത്ഥിക്കാനും എല്ലാത്തിനൊന്നും നമുക്ക് സമയം കിട്ടുന്നൊരു ഇതായി മാറും. നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് ഒന്ന് ചെയ്യുക. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. പലർക്കും ബ്ലഡിൻ്റെ കുറവുണ്ട്, ഹീമോഗ്ലോബിൻ്റെ കുറവുണ്ടാവാം, ചിലർക്ക് കാൽസ്യത്തിൻ്റെ കുറവുണ്ടാവാം, അതല്ലെങ്കിൽ നമുക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി. സ്ത്രീകൾക്കൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാവും ഇല്ലേ. പലരും അത് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ നാളെ ആവട്ടെ എന്ന് വെച്ചും അവർക്ക് വേണ്ടി മാത്രം ഒന്ന് ആശുപത്രിയിൽ പോകാനോ അവർക്ക് വേണ്ടി ഒന്നൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനോ എന്തെങ്കിലും ഗൈനക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പലരും ഒരു മടിയാണ്. ഗൈനക്കോളജി കാണുന്നത് പ്രഗ്നൻസി പീരീഡിൽ മാത്രം എന്നുള്ള രീതി, ഒരു തിങ്കിങ് പലരുടെ ഇടയിലുണ്ട്. അപ്പം നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ എഫേർട്ട് എടുത്തില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും PCOD ഇഷ്യൂസ് ഉണ്ടോ, ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡിൻ്റെ ലെവൽ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ബാധിക്കുന്നത് തന്നെയാണ്. ഈ നമ്മളുടെ ഉള്ളിലുള്ള ഈ ആരോഗ്യക്കുറവ് അത് നമ്മളുണ്ടാക്കുന്ന ഭക്ഷണത്തിലും അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന നമ്മുടെ വീട്ടിൻ്റെ ആരോഗ്യത്തെയും അത് ബാധിക്കും. നമുക്കുണ്ടാകുന്ന ഈ ഇറിറ്റേഷൻസ് നമ്മൾ വേറെ എവിടെയും പോയല്ല, നമ്മുടെ കുട്ടികളുടെ അടുത്തോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തോ ഒക്കെയാണ് നമ്മൾ തീർക്കുന്നത് അല്ലേ. അപ്പോൾ വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക. അതിനനുസരിച്ചുള്ള ഡോക്ടറുടെ സജഷൻസ് അനുസരിച്ച് നിങ്ങൾ ഒരു ഡയറ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഫാമിലിയിൽ റിഫ്ലക്റ്റ് ചെയ്യും, നമ്മുടെ കുട്ടികളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. ഒരു സന്തോഷകരമായിട്ടുള്ള ലൈഫ് ഉണ്ടാക്കാനും ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാക്കാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ പറഞ്ഞു നേരത്തെ എഴുന്നേൽക്കണം, പിന്നെ നമ്മുടെ ആരോഗ്യം നോക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ചെറിയ ചെറിയ പ്രിപ്പറേഷൻസും ഒക്കെ നമ്മൾ ചെയ്ത് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾക്കൊരു ഒരാഴ്ചയ്ക്കുള്ള മീൽ പ്ലാൻ എന്ന് പറയുമ്പോൾ മൊത്തം ആദ്യമേ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മീൽ പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, അവരുടെ ലഞ്ചിൽ എന്തൊക്കെ കൊടുത്തു വിടും, അവർക്ക് എന്താണ് സ്നാക്സ് കൊടുത്തു വിടുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്താണ് കുക്ക് ചെയ്യേണ്ടത്, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പർച്ചേസസ് നമ്മൾ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. കാരണം ചിലപ്പോൾ നമ്മൾ നേരം വെളുത്തിട്ടാണ് രാവിലെ കുക്ക് ചെയ്യുന്നതിന് മുൻപാണ് ഫ്രിഡ്ജിൽ നോക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഉണ്ടാക്കാനായിട്ട് സാധനം ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അതേസമയം നമ്മളുടെ ആവശ്യത്തിനുള്ളത് ഓൾറെഡി പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ മൂവ് ആവുകയാണെങ്കിൽ അത് നല്ലൊരു ഹെൽപ്പ് ചെയ്യും. ആക്റ്റീവ് ടൈം എപ്പോഴാണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. ആക്റ്റീവ് ടൈം എന്ന് പറയുന്നത് നമുക്കൊരു നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. ചിലർക്കത് രാവിലെ തന്നെയായിരിക്കും, ചിലർക്കത് ഒരു ഉച്ചയ്ക്കോ ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും, ചിലർക്കത് സന്ധ്യയ്ക്കായിരിക്കും. അത് നമ്മളുടെ ഓരോരുത്തരുടെയും ആക്റ്റീവ് ടൈം വ്യത്യാസമുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും നല്ല ആക്റ്റീവായിട്ടുള്ള ടൈം എന്ന് പറയുന്നത്
രാവിലെ തന്നെയാണ്. കാരണം 8 മണിക്ക് ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ വീട്ടിലെല്ലാ കാര്യങ്ങളും ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ലാതെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ടെൻഷനില്ലാതെ വരാനും കുട്ടികളുടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകാനും എനിക്ക് കഴിയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ആക്റ്റീവ് ടൈം കണ്ടുപിടിച്ച് അതിനനുസരിച്ചൊരു ദിനചര്യ, ഒരു റൊട്ടീൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന ജോലികൾക്ക് ശേഷം ഇന്നത് എന്നൊരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏതോ ഒരു സ്മൂത്തായിട്ടുള്ള സ്ഥലത്തോട് പോകുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു റൊട്ടീൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വന്നോളും. പതുക്കെ പതുക്കെ ചെറിയ ചെറിയ ഹാബിറ്റ്സോട് കൂടി നമുക്ക് വന്നോളും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഒരു മീൽ പ്ലാൻ ഉണ്ടാക്കുക. മീൽ പ്ലാൻ ഉണ്ടായാൽ തന്നെ മൊത്തം ഫാമിലിയുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കാം. ചില വീടുകൾ കണ്ടിട്ടുണ്ട് ഓരോ പ്രാവശ്യവും കുക്ക് ചെയ്യുക. അതായത് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് മാത്രം കുക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ചെയ്യുക, പിന്നീട് കുറേ നേരം കഴിയുമ്പോൾ ഡിന്നറിനുള്ളത് പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം നിങ്ങൾ വേസ്റ്റ് ആക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഏത് നേരം കിച്ചണിലുള്ള ഫീല്. അതേസമയം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഉള്ളതും രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വൈകിട്ട് ഡിന്നറിനുള്ളത് രാവിലത്തെ പ്രിപ്പറേഷൻസിൻ്റെ ഭാഗം, അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നൈറ്റിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഡിന്നർ ഉണ്ടാക്കി നമ്മൾ ഫ്രീ ആവുന്ന ഒരു സ്റ്റേജ്. അത് കുട്ടികളെ പഠിപ്പിക്കാനും വീട്ടിലെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ മീൽ പ്ലാനിങ്ങും നമ്മളുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ എനർജി കളയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും എനർജി അല്ലെങ്കിൽ സമയം വേസ്റ്റ് ആക്കുന്നത് മറ്റുള്ളവരുമായിട്ട് ആവശ്യമില്ലാതെ മറ്റുള്ളവർക്ക് അവൈലബിൾ ആകുമ്പോഴാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, എല്ലാവർക്കും സംസാരിക്കാനായിട്ടൊരു സമയം കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചർച്ചകളിൽ പങ്കെടുക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരും അറിയേണ്ട ആവശ്യമില്ല. സോ ഓൾവേസ് ഹാവ് എ ലിമിറ്റ്. എന്തൊരു കാര്യത്തിനും ഒരു ലിമിറ്റ് ഉണ്ടാവാം. മറ്റുള്ളവരുമായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കെന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എനർജിയും സമയവും അവിടെ വേസ്റ്റ് ആവില്ല. അപ്പം ഇതൊക്കെയാണ് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ വീട്ടുകാര്യങ്ങളും നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് യുവർ മിനിമലിസ്റ്റ് മലയാളി സൈനിങ് ഓഫ്. താങ്ക് യു.